ഒരു 50 വയസ്സിന് താഴെയുള്ളവർ 50 വയസ്സിന് മേലിലോട്ടുള്ളവർ മരുന്ന് 45, 35, 40 അങ്ങനെ 50-ന് താഴോട്ട്. നമ്മളെ യുവാക്കള് അല്ലെങ്കിൽ മധ്യവയസ്കര് കുറെ പ്രായമായവർക്കൊക്കെ ഈ ലൈംഗിക ബലഹീനത ഉണ്ടാവും. അത് സ്വകാര്യമായി ചിലർ കൊണ്ടു നടക്കും മരുന്ന് കഴിക്കാതെ. പക്ഷെ ആരും പേടിക്കണ്ട, ഇവിടെ വന്നാൽ അതിന് അടിപൊളി ഒരു മരുന്നുണ്ട്. അമ്മാവന്മാരും മരുന്ന് മേടിക്കും. അമ്മാമാര് വന്നു കഴിഞ്ഞാൽ 17 വയസ്സുകാരനാവോ? 90 വയസ്സുള്ള 60 വയസ്സാണ്. 90 വയസ്സുള്ള ഒരാൾ ഇത് കഴിച്ചാൽ 60 വയസ്സുകാരനാവും. 30 വയസ്സുകാരൻ. കുട്ടികൾ ഉണ്ടാവാത്തവര്, ബലഹീനതയുള്ള പുരുഷന്മാര്, നിങ്ങൾ പുറത്തു പറയാൻ മടിച്ചിരിക്കുന്നവര്, മടിച്ചു നിൽക്കാതെ അറച്ചു നിൽക്കാതെ പങ്കജാക്ഷമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ട് പോവാം. അപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ ഒരു അടിപൊളി സാധനം കാണിച്ചു തരാം. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വേണ്ടുന്ന ഒന്നാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു അടിപൊളി ഔഷധത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഇടുക്കവാറയിലെ പങ്കജാക്ഷി വൈദ്യരുടെ സ്പെഷ്യൽ ഐറ്റം ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ യുവാക്കള് അല്ലെങ്കിൽ മധ്യവയസ്കര് കുറെ പ്രായമായവർക്കൊക്കെ ഈ ലൈംഗിക ബലഹീനത ഉണ്ടാവും. അത് സ്വകാര്യമായി ചിലർ കൊണ്ടു നടക്കും മരുന്ന് കഴിക്കാതെ. പക്ഷെ ആരും പേടിക്കണ്ട, ഇവിടെ വന്നാൽ അതിന് അടിപൊളി ഒരു മരുന്നുണ്ട്. പാൽമുതക്കിന്റെ പൊടി കഴിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ പുരയിടത്തിലൊക്കെ പണ്ട് കണ്ടിരുന്ന പാൽമുതക്ക് ഇപ്പോൾ കാണാനില്ല. വനത്തിലൊക്കെ ഇപ്പം പലരും ശേഖരിച്ചുകൊണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് പങ്കജാക്ഷി അമ്മയ്ക്ക്. പാൽമുതക്ക് കഴിച്ചാൽ ഒരു നിത്യ യൗവനം ഉണ്ടാവും. അതായത് 17കാരൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും ഒരു 60കാരൻ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ പാൽമുതക്കിന്റെ വിശേഷങ്ങൾ പങ്കജാക്ഷി അമ്മ തന്നെ പറഞ്ഞു തരും. എങ്ങനെയാണ് നമ്മുടെ പാൽമുതക്ക് കഴിച്ചാലുള്ള പ്രയോജനം? പാൽമുതക്ക് എന്ന് പറഞ്ഞാൽ ബലഹീനത, പുരുഷന്മാരുടെ ലൈംഗിക ലൈംഗികത, ഉത്തണ്ണ ശക്തി, ബലഹീനത, ആരോഗ്യ ശക്തി വീണ്ടെടുക്കുന്നതാണ് പാൽമുതക്ക്. ഇത് 1 സ്പൂൺ പൊടി ചേർത്ത് 1 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തോണം നമുക്ക് അല്ലാതെ കഴിക്കാൻ പറ്റും. അല്ലാതെ കഴിക്കാൻ പറ്റും. നെയ്യ്, അടിപൊളി നെയ്യാണല്ലേ. അപ്പൊ ഇതില് അമുക്കരം നായ്ക്കുണ്ണ പരിപ്പ്, പാൽമുതക്കിന്റെ കിഴങ്ങ് നമ്മൾ പാരി പുഴുങ്ങി പാറപ്പുറത്തിട്ട് ഉണക്കി ഓടിച്ചെടുക്കുന്ന, പിന്നെ വീണ്ടും അങ്ങാടി ഓടിക്കുന്ന മില്ലിൽ പൊടിച്ചും തരും. മില്ലുണ്ടോ? അങ്ങാടി ഓടിക്കുന്ന മില്ലിലാണ് ഇത് പൊടിക്കുന്നത്. അത് 10 കിലോയ്ക്ക് 1500 രൂപ കൊടുക്കും. 10 കിലോയ്ക്ക് 1500 കൊടുത്താലും പൊടിച്ചു കൊടുക്കും. അപ്പൊ ഈ ഔഷധം അത്രയും വിലയുള്ളതാണ്. 10 കിലോ പൊടിക്കണമെങ്കിൽ ആയുർവേദം പൊടിക്കുന്നിടത്ത് 1500 രൂപ കമ്മീഷൻ 100 രൂപ ചായ കുടിക്കാൻ കൊടുക്കും. അപ്പൊ ഇത് എങ്ങനെ ശേഖരിപ്പം? പാൽമുതക്ക് ഇപ്പൊ എങ്ങനെ ശേഖരിക്കും? നമ്മളെ കമ്പനിയിൽ വിളിച്ചു പറയും, അവര് കൊണ്ടുതരും. ചാക്ക ഈ സാധനങ്ങൾ വണ്ടിയിൽ കയറ്റി വരുമ്പോഴേ നമ്മൾ അവരുടെ നമ്പർ വണ്ടിയുണ്ട്. ആ നമ്പറിൽ വിളിക്കുമ്പോൾ വനമേഖലയിലുണ്ടോ? വനമേഖലയിൽ ഇവിടെ ചങ്ങനാശ്ശേരിന്നൊക്കെ ഇത് വരുന്നത്. കൃഷി ഉണ്ടോ ഇപ്പം? ഇത് അവർക്ക് കൃഷി ഉണ്ടായിരിക്കും. ഓ ശരി, പാൽമുതക്ക് കൃഷിയുണ്ട്. അതായത് പുരുഷന്മാരുടെ ബലഹീനത എന്ന് പറയുമ്പോൾ ഈ ലൈംഗിക ബലഹീനത എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ബീജത്തിന്റെ കുറവ്, ബീജത്തിന്റെ കൗണ്ടിങ്, കുട്ടികൾ ഉണ്ടാവാത്തവർക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ബീജത്തിന്റെ കൗണ്ടിങ്. ഒരുപാട് പേർക്ക് ഇത് തന്നെ ഉണ്ട്. ഒരുപാട് എങ്ങനെയുള്ളവരൊക്കെ ഇവിടെ വരുന്നത്? ഇവിടെ ചെറുപ്പക്കാരാണ് വരുന്നത്. ഒരു 50 വയസ്സിന് താഴെയുള്ളവർ, 50 വയസ്സിന് മേലിലോട്ടുള്ളവർ മരുന്ന് കൂടുതൽ 50 വയസ്സിന് താഴോട്ടുള്ളവരാണ് വരുന്നത്. 45, 35, 40 അങ്ങനെ 50-ന് താഴോട്ട്. അവർക്ക് എന്താണ് ഇങ്ങനെ ഒരു ബലഹീനത വരാത്തെന്ന് പറഞ്ഞാൽ ആഹാരത്തിന്റെ ഒന്നും അല്ല, അവർക്കുള്ള പിന്നെ ശരീരത്തിൽ രക്തത്തിൽ അണുക്കളില്ലാതായിപ്പോയി. അണുക്കൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അത് അണുക്കൾ ഇല്ലാത്ത കാര്യം കൊറോണയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തോണ്ടാ ഈ അണുക്കൾ നഷ്ടപ്പെട്ടു. ആ സമയത്ത് കൊറോണയുടെ ഇഞ്ചക്ഷൻ എടുത്ത് പലർക്കും ഭയങ്കര പ്രശ്നമുണ്ട്. ഇത് ബാധിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ഉള്ള ചെറുപ്പക്കാർക്ക് പിള്ളേർക്കെല്ലാം അങ്ങനെ ഉണ്ട്. എല്ലാവരും മിണ്ടാത്തതാ. നമ്മൾ ഈ പാൽമുതക്കിന്റെ ഈ ഔഷധ ഗുണം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ അറിയാം. പഴയ വൈദ്യന്മാര് പാരമ്പര്യ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് പങ്കജാക്ഷി വൈദ്യര് ഈ പാൽമുതക്ക് കൊടുക്കാനുള്ള ഒരു ഇതുണ്ടായത്? ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇത് ഉണ്ടാക്കി തുടങ്ങി. നമ്മൾ അങ്ങനെ ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ച് ഞാൻ ഈ മൊബൈൽ ചാനലിൽ കൂടെ ഒക്കെ നോക്കി ഡോക്ടർമാര് പറയുന്ന കണ്ടുപിടിച്ചു. ഒറിജിനൽ സാധനം നമുക്ക് കിട്ടും. കിട്ടും. അങ്ങനെയാണ് മേടിച്ചത്. അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അത് ഒന്ന് കുടിച്ചാൽ 1/2 കിലോ മേടിച്ച് 1/2 കിലോ 3000 രൂപയാണ്. 1/2 കിലോ 3000 രൂപ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത്. പ്രോസസിംഗ് ഭയങ്കരമാണോ? എങ്ങനെ അത് ശരിയാക്കി എടുക്കുന്നത്? അത് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് മൊത്തം പാൽമുതക്കെന്ന് അത്രയും നാരും ചകിരിയാണ്, മൊത്തം തടിയാണ്. നമ്മൾ അപ്പത്തിന്റെ അരിപ്പിന് അരിച്ചെടുക്കണം. ഓ ശരി. അരിച്ച് പേപ്പറിട്ട് നല്ല വലിയ ചരുവത്തിന് വെച്ച് ഇത് ആദ്യം പീസാക്കിയിട്ട് എന്തോ പാരി പുഴുങ്ങും അല്ലേ? ഇല്ല, ആദ്യം ഇത് ഊറ്റുള്ളതാ. കൊച്ചു കുട്ടിയൊക്കെ കൊടുക്കാൻ പറ്റൂല. കരിപ്പോട്ട് ചേർക്കാൻ പറ്റൂല. മന്ദം കൊള്ളുന്നതാണ്. ഒന്നും ചേർക്കണം. പാലല്ലാതെ മറ്റൊന്നും ചേർക്കാൻ പറ്റൂല. നെയ്യിന്റെ നല്ല മണം ഇതെല്ലാം ചേർന്നതുകൊണ്ടാണ് പാലിൽ നിന്നുള്ള നെയ്യ് ഇത് പിടിച്ചെടുക്കും. അങ്ങനെയാണ്. എത്ര പ്രാവശ്യം ഉണക്കിയെടുക്കും? ഇത് ഒരുപാട് തവണയിട്ട് ഉണക്കണം. ഇത് വെള്ളത്തിട്ട് ഊറ്റളയണം. ഇവര് ഇത് നമുക്ക് ഉണക്ക തന്നാ നമ്മള് വലിയ പാത്രം ഉണ്ട് ഇവിടെ, അതിനകത്ത് മൊത്തം ചാക്കോടെ തട്ടും. തട്ടിയിട്ട് വെള്ളം നിറച്ചൊടിച്ചങ്ങിടും. ഇട്ട് അത് കുതിർന്ന് ഇതിൽ മൊത്തം മണ്ണും കല്ലുവാ തറയിൽ വെട്ടിട്ട് ഉണക്കുന്നത് അവര്. അത് വെള്ളത്തിൽ നമ്മൾ കുതിരുമ്പം കഴുകി 10-15 വെള്ളം കഴുകി
ബൂറ്റം പോണം, ഈ മണ്ണും പോണം. മണ്ണും കല്ലും ഒക്കെയാണ് ഇവര് കുത്തിക്കെട്ടിയാണ് കൊണ്ടുവരുന്നത്. നമുക്ക് തൂക്കിഞ്ഞ് ഇടയുള്ളൂ. അല്ല നമ്മള് നോക്കാനും നോക്കൂല. നമ്മളെ ഈ കൊറിയർ വരും പോലെ അവര് പൈസ ഓടിക്കുക, അവര് പോവുക. നമ്മള് ഒരു കുറേ ദിവസം പണിയുണ്ട്. 10 കിലോ ആക്കി എടുക്കണമെങ്കിൽ എത്ര കിലോ പാൽമുതക്ക് വേണം? 10 കിലോ ആക്കണമെങ്കിൽ നമ്മൾ 25 കിലോ മേടിക്കണം. 25 കിലോ പാൽമുതക്ക് വേണം അല്ലയോ? 1 കിലോക്ക് 400 രൂപ വെച്ചാവും. 400 രൂപ വെച്ച്. ഈ 10 കിലോ ശരിയാക്കി എടുത്താൽ എത്ര കിലോ കിട്ടും? അമ്മക്കെന്ന് പറഞ്ഞാൽ ജോലിക്കൂലി കിട്ടത്തില്ല. വിട്ട നമ്മള് സുരക്ഷിതമാക്കി എടുക്കാമെങ്കിൽ നമ്മള് മേടിക്കുന്ന പൈസ കിട്ടുള്ളൂ. അത് അമുക്കുരം വേറെ, നായ്ക്കുറിന്റെ പരിപ്പ് ഇതിനകത്ത് പ്രധാന ഔഷധം. അതാണ് ഈ ഔഷധം. ഈ നായ്ക്കുറിന്റെ പരിപ്പാണ് പുരുഷന്മാർക്കുള്ള ഉത്തേജനം. ബീജത്തിന്റെ കൗണ്ട് അമുക്കുരവും നല്ലതാ. അപ്പൊ നിങ്ങളെ ഇത് കേട്ടാണ് ഈ സാധനം ഓൺലൈനിൽ കിട്ടുന്ന ഉത്തേജക ഔഷധങ്ങൾ ഒരുപാട് പേര് വലിയ വിലക്ക് മേടിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇത് വന്ന് നേരിട്ട് ഇടുക്കുപാറയിൽ വന്ന് വൈദ്യശാല എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ കാണുന്നത്. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ക് വലിയ വൈദ്യശാലയൊന്നും അല്ല. അതുപോലെ ഗ്ലാസ് മുട്ട് അടുക്കി വെച്ചേക്കുന്ന സ്റ്റിക്കർ ഒട്ടിച്ച മരുന്നും കിട്ടത്തില്ല. പക്ഷേ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്ത മരുന്ന് നിങ്ങൾക്ക് മേടിച്ചോണ്ട് പോവാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ 40 വയസ്സ് 50 വയസ്സ് 55 വയസ്സ് ഉള്ള ആൾക്കാർക്കാണ് ഈ ഭയങ്കര ബലഹീനത. അപ്പൊ രണ്ട് മറ്റുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളവർക്കും പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് സക്സസ് ആയി വരാൻ അമ്മാവന്മാരും വരുന്നത് അമ്മമാര് വന്നു കഴിഞ്ഞാൽ 17 വയസ്സുകാരനാവോ? 90 വയസ്സുള്ള 60 വയസ്സ്. അതെ, 90 വയസ്സുള്ള ഒരാൾ ഇത് കഴിച്ചാൽ 60 വയസ്സുകാരനാവും. വീണ്ടും അയാള് 30 വയസ്സുകാരനാവും എന്നാണ് പറയാം. 30 വയസ്സുകാരൻ ഒരാൾക്ക് എത്ര കുടിക്കേണ്ടി വരും? എത്ര ഗ്രാം കുടിക്കേണ്ടി വരും? ഒരാൾക്ക് 1/2 കിലോ 30 ദിവസത്തേക്കാണ്. 30 ദിവസം കുടിച്ചാൽ അത് വിലകീനിയത വിട്ട് മാറിയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത 1/2 കിലോ കൂടെ മേടിക്കണം. ഇത് കഴിച്ചിട്ട് അത് നല്ല സക്സസ് ആയുള്ള ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടോ? വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മൊബൈലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് കഴിക്കാൻ പറ്റുമോ? സ്ത്രീകളും കഴിക്കും. ശരീരം പുഷ്ടിപ്പെടും. ശരീരം പുഷ്ടിപ്പെടുകയും ചെയ്യും. നമ്മുടെ എനർജി പവർ കൂടും. കല്ല് കമ്പ് കണക്കിരിക്കുന്നൊക്കെ നല്ല ശരീരം നല്ല കുതിർന്ന് വരും. അപ്പൊ ഇത് ഒരു കുമരം ഉണ്ടാക്കും. അതായത് നല്ല ഗ്ലാമർ ആയിട്ട് ആണുങ്ങൾക്ക് അങ്ങനെ വരും. അവർക്ക് ഈ അണുക്കളില്ല, രക്തത്തിലില്ല. അണുക്കളില്ലാത്തതുകൊണ്ടാണ് ഈ ശരീരത്തിൽ ഒരു ഞാടി വരുമ്പോൾ ഒന്നും കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൾ കഴിയുമ്പോൾ കുട്ടികൾ ഉണ്ടാവും. അവര് 30 ദിവസം വ്രതം പിടിക്കണം. അവർക്ക് ഈ പാൽമുതക്ക് കഴിച്ചിട്ട് എന്നും തോളത്തെ നേരെ പറ്റില്ല. അപ്പൊ പാൽമുതക്ക് കഴിക്കുന്നവര് എന്നും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് 30 ദിവസം ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് മാറ്റി നിർത്തണം. അപ്പൊ അതുവരെ ഇത് ശരീരത്തെ പ്രവർത്തിച്ച് പവർ എനർജി ആവും. അതാണ്. അപ്പൊ ഇത് മനസ്സിലായല്ലേ? അമ്മ തന്ന കൊള്ളൂലെന്ന് കാര്യമില്ല. 15 ദിവസമെങ്കിലും കുടിച്ച് അവര് അങ്ങനെയാണ് ശരീരത്തില് നമ്മളെ ആരോഗ്യശക്തി ശരീരത്തിൽ പിടിച്ചു നിർത്തണം. പിന്നെ എനർജി നമ്മളെ രക്തത്തിൽ അണുക്കളുണ്ടാവും. 30 ദിവസം കഴിഞ്ഞിട്ട് എനർജി പുറത്തെടുക്കാവും. സാധനങ്ങൾ വല്ലതൊക്കെ കഴിക്കണം. സമയത്ത് വല്ല ആഹാരം കഴിക്കണം. നല്ല പാല്, ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പ് എല്ലാം കഴിക്കണം. ഇതെല്ലാം കഴിച്ച് രക്തത്തിൽ അണുക്കളുണ്ടാക്കണം. അപ്പൊ ഈ പാൽമുതക്കും കാച്ചാണ്. അപ്പൊ ഇതിപ്പോ ഈ കഴിച്ചവർക്കൊക്കെ നല്ല അനുഭവമാണ്. ഇത് കഴിച്ച് ഇതൊന്നും കുടിക്കാതെ ദിവസം പെണ്ണിന്റെ തോളത്തെ അങ്ങനെ കയറിയിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് അല്ലേ? പങ്കജാക്ഷമ്മയുടെ പാൽമുതക്കിന്റെ കാര്യം നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് അതിനുശേഷം നമ്പരൊക്കെ നോക്കി വന്ന് ഇവിടെ വന്ന് മേടിച്ചോണ്ട് പോയിട്ട് അനുഭവം എന്നോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ ഒരു പാരമ്പര്യ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. പലരും പല കുറ്റങ്ങളും കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ പറയും. എനിക്ക് വിശ്വാസം ഉണ്ടായാണ് വീണ്ടും ഇവിടെ വന്ന് വീഡിയോ ചെയ്യുന്നത്. അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഇവിടെ മരുന്നുകൾ ചെയ്യുന്നത്. നമ്മൾ ആയുർവേദ മരുന്നുകൾ മേടിക്കുമ്പോൾ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന മരുന്നാണ് മേടിക്കുന്നത്. പക്ഷെ ഇവിടെ വളരെ പ്രകൃതിദത്തമായ രീതിയിലാണ് മരുന്നുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പാൽമുതക്കിന്റെ കാര്യം പ്രത്യേകം പറയാം. നിങ്ങൾ കുട്ടികൾ ഉണ്ടാവാത്തവര്, ബലഹീനതയുള്ള പുരുഷന്മാര്, നിങ്ങൾ പുറത്തു പറയാൻ മടിച്ചിരിക്കുന്നവര്, മടിച്ചു നിൽക്കാതെ അറച്ചു നിൽക്കാതെ പങ്കജാക്ഷമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ട് പോവാം. നിങ്ങളുടെ ഒരു ദാമ്പത്യ ജീവിതം സക്സസ് ആവുന്ന 100% ഉറപ്പാണ്. പാൽമുതക്കിന് അത്രയ്ക്കും അത്ഭുത സിദ്ധിയുള്ള ഒന്നാണ്. അത് പങ്കജാക്ഷമ്മ പറയുന്ന മാത്രമല്ല, ഇത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അനുഭവം ഉണ്ടായിട്ട് വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൊള്ളാമെന്ന് അനുഭവമാണ്. ചല്ലി കുടിച്ചിട്ട് തോളത്ത് കയറിക്കൊണ്ടിരുന്നിട്ട് ഗുണമില്ലെന്ന് പറഞ്ഞ കാര്യമില്ല. ഇത് നമ്മള് കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. ഏത് കാര്യവും റെസ്റ്റ് ആവശ്യമാണ്. അല്ല, മീനെ അറച്ച മുട്ട പാലൊന്നും അല്ല റെസ്റ്റ്. നമ്മൾ ശരീരം റെസ്റ്റ്, റിലാക്സ് ചെയ്യാം. അവരൊക്കെ വ്രതം എടുക്കുക. അപ്പൊ പങ്കജാക്ഷമ്മ പറയുന്ന കണക്ക് കഴിച്ച് വ്രതം എടുത്ത് നല്ല രീതി പോയെങ്കിൽ മദ്യപാനമൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ഉപേക്ഷിക്കണം എന്നാ പറയുന്നത്. ഈ പാൽമുതക്ക് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പവർ പറയും. ഇത് അതുകൊണ്ട് ഈ പാൽമുതക്ക് കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇത് ശരീരം നമ്മൾ പരമാവധി നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുക. ചിലവായിരിക്കും ഇറച്ചി മീനും കഴിച്ചാലേ ശരീരം സക്സസ് ആവും. വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അതിനൊരു രോഗമില്ല. പാൽമുതക്കിന്റെ കാര്യം മറക്കണ്ട. പങ്കജാക്ഷി അമ്മയുടെ ഇടുക്കുപാറയിലെ ഈ കുഞ്ഞു വൈദ്യശാല വന്നാൽ പാൽമുതക്ക് മാത്രമല്ല, നിങ്ങൾക്ക് അത്യപൂർവമായ എല്ലാ മരുന്നുകളും, ചൊറി, ചിരങ്ങ്, നാഡീ നരമ്പുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ വെരിക്കോസ് വെയിൻ, അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങൾ, എന്ത് നീർക്കെട്ട് അടക്കമുള്ള എല്ലാം മാറ്റും. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആണ്
നമ്മുടെ പാൽമുതക്ക്. അതായത് 90 വയസ്സുകാരൻ 60 വയസ്സുകാരനാവും, 60 വയസ്സുകാരൻ 30 വയസ്സാവും, 30 വയസ്സുകാരൻ 17 വയസ്സുകാരനാവും. അപ്പോൾ ചാടി ചാടി നടക്കാന്ന് പറഞ്ഞു. അപ്പോൾ പാൽമുതക്കിന്റെ കാര്യം മറക്കണ്ട, ഉഗ്ര ഐറ്റം ആണ്. അപ്പോൾ എന്റെ വില എന്താണെന്ന് പറഞ്ഞേ? അര കിലോ 3000 രൂപ. അര കിലോ 3000 രൂപ. അര കിലോ 3000 രൂപ കൊടുത്താലല്ല, ജീവിത അവസാനം വരെ അടിച്ചു പൊളിച്ച് കഴിയാലോ. ഒരു 3000 വില, എത്രയോ രൂപയ്ക്കാണ് നമ്മൾ പലതും മേടിച്ച് ചെലവാക്കുന്നത്. അപ്പോൾ വില കൊല്ലൊന്നും കിട്ടത്തില്ല. 3000 രൂപയ്ക്ക് പവർ എഞ്ചിനുമായിട്ട് പോകാമെന്നാ പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.